നിയന്ത്രണ രേഖയിൽ LOCയിൽ ഇപ്പോൾ ഇന്ത്യക്ക് പുതിയൊരു വെല്ലുവിളി എത്തിയിരിക്കുകയാണ്. ചൈനയുടെയും പാകിസ്ഥാനെയും പ്രതിരോധ സഹകരണത്തിന്റെ പ്രതീകം എന്ന് വേണം പറയാൻ. പാകിസ്ഥാന്റെ പരമ്പരാഗത ശത്രുവായ ഇന്ത്യയുമായുള്ള ഏറ്റുമുട്ടലിന് ശേഷം പാകിസ്ഥാൻ സൈന്യത്തിന് ഇപ്പോൾ വർദ്ധിച്ച ഫയർ പവർ നൽകുന്നതിന് വേണ്ടി ചൈനീസ് നിർമ്മിത Z-10ME ആക്രമണ ഹെലികോപ്റ്ററുകൾ പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ പ്രവർത്തിപ്പിക്കാൻ ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സൈനിക വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ Z-10ME ഹെലികോപ്റ്റർ പാകിസ്ഥാൻ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഈ ചൈനീസ് നിർമ്മിത Z-10ME ആക്രമണ ഹെലികോപ്റ്റർ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന പാകിസ്ഥാന്റെ അവകാശവാദത്തെ കുറിച്ചുള്ള വാർത്താ റിപ്പോർട്ടുകളിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനും ചൈനീസ് സർക്കാരുകളും ഒന്നും ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും ഇറക്കിയിട്ടില്ല. തുർക്കി എയറോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ചെടുത്ത $1.5 ബില്യൺ വിലമതിക്കുന്ന 30 T-129 അറ്റാക്ക് ആക്രമണ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് റദ്ദാക്കിയതിനു ശേഷമാണ് 2022 Z-10ME ആക്രമണ ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ പാകിസ്ഥാൻ ചൈനയുമായി ചർച്ചകൾ ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ട്. 2018 തുർക്കിയുമായിട്ടുള്ള ഹെലികോപ്റ്റർ വാങ്ങുന്നതിനുള്ള ഓർഡർ പാകിസ്ഥാൻ റദ്ദാക്കിയത്. ഇതിന് കാരണമെന്ന് പറയുന്നത് ഈ ആക്രമണ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്ന LHT-ECT-800 എഞ്ചിന് കയറ്റുമതി ലൈസൻസ് നൽകാൻ വേണ്ടി അമേരിക്ക വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഇതിന്റെ വിതരണം വൈകിയത്. അതിനാലാണ് പാകിസ്ഥാൻ ഈ ഓർഡർ റദ്ദാക്കിയത്. തുർക്കി ഈ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നത് അമേരിക്കൻ കമ്പനികളായ ഹണിവെൽ, റോൾസ് റോയ്സ് എന്നിവ വികസിപ്പിച്ചെടുത്ത എഞ്ചിനുകളാണ് ഈ T-129 അറ്റാക്ക് ആക്രമണ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. അതായത് ഈ T-129 അറ്റാക്ക് ആക്രമണ ഹെലികോപ്റ്ററുകൾ ഓരോന്നും 2 കമ്പനികൾ നിർമ്മിച്ച 2 എഞ്ചിനുകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ സൈനിക വാണിജ്യ വിമാനങ്ങളുടെ എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിന് പേരുകേട്ട 2 കമ്പനികളാണ്. അമേരിക്കയിൽ നിന്നുള്ള കയറ്റുമതി ലൈസൻസ് ഇല്ലാതെ ഈ ഹെലികോപ്റ്ററിന് പാകിസ്ഥാന് കൈമാറുക അസാധ്യമാണ്. ഇവിടെയാണ് ഇപ്പോൾ ചൈന നിർമ്മിച്ച Z-ME ആക്രമണ ഹെലികോപ്റ്ററുകൾ ലോക പ്രതിരോധ കയറ്റുമതി വിപണിയിൽ കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുന്നത്. പ്രത്യേകിച്ചും പാശ്ചാത്യ വിതരണക്കാരെ ആശ്രയിക്കാതെ തങ്ങളുടെ വ്യോമ വിമാനങ്ങൾ നവീകരിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ ചൈനയുടെ ഈ Z-10ME ഹെലികോപ്റ്ററിലാണ് ശ്രദ്ധ വെച്ചിരിക്കുന്നത്. ചൈനീസ് എയറോസ്പേസ് ഭീമനായ ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈനയുടെ ആഭിമുഖ്യത്തിൽ ചാങ്ഹെ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത Z-10 ഹെലികോപ്റ്ററിന്റെ കയറ്റുമതി വകഭേദമാണ് Z-10ME. അമേരിക്കയുടെ AH-64 അപ്പാച്ചെ പോലുള്ള ഐക്കണിക് മോഡലുകളുമായി ചൈനയുടെ ഈ ഹെലികോപ്റ്ററിനെ താരതമ്യപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും. അതായത് പിന്തുണാ ദൗത്യങ്ങൾ, കവചവിരുദ്ധ പ്രവർത്തനങ്ങൾ, ക്ലോസ് റേഞ്ച് എയർ ടു എയർ പോരാട്ടം എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് അമേരിക്ക പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഹെലികോപ്റ്ററാണ് AH-64 അപ്പാച്ചെ. അതേപോലെ തന്നെ ഈ Z-10ME 2 WZ-9C ടർബോഷാഫ്റ്റ് എഞ്ചിനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് ഓരോന്നും ഏകദേശം 1200 കിലോവാട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് ഉയർന്ന ഉയരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മികച്ച പവർ ടു വെയിറ്റ് അനുപാതം ഇത് നൽകുന്നു. അതേപോലെ വിശാലമായ കാലാവസ്ഥയിലും പർവ്വത പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള വെല്ലുവിളി നിറഞ്ഞ ഭൂമിശാസ്ത്രപരമായ പരിതസ്ഥിതികളും പ്രവർത്തിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ 2 സീറ്റ് ടാൻഡം കോക്പിറ്റ് ഉള്ള എയറോഡൈനാമിക് ബോഡിയാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിനെ താപ മിസൈലുകൾ ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കുകയില്ല. അതായത് ഈ ഹെലികോപ്റ്റർ ഒരു പ്രത്യേക എക്സ്ഹോസ്റ്റ് കൂളിംഗ് സിസ്റ്റവും ഇൻഫ്രാറെഡ് എഫക്ട് കുറയ്ക്കുന്നതിനായി മുകളിലേക്ക് രൂപകൽപ്പന ചെയ്ത എക്സ്ഹോസ്റ്റ് നോസലുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താപ മിസൈലുകൾക്ക് ഇതിനെ കണ്ടെത്താൻ സാധിക്കുകയില്ല. ഇതിന്റെ പ്രകടനത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ Z-10ME ഹെലികോപ്റ്ററിന് മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ സാധിക്കും. ആയുധ പേലോഡിനെയും അധിക ഇന്ധന ടാങ്കുകളെയും ആശ്രയിച്ച് 800 മുതൽ 1120 കിലോമീറ്റർ വരെ ഫലപ്രദമായ പ്രവർത്തന പരിധിയും ഇതിനുണ്ട്. ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് ഏകദേശം 5100 കിലോഗ്രാം ആണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് പുറപ്പെടുമ്പോൾ പരമാവധി ഭാരം ഇതിന് 7200 കിലോഗ്രാം വരെ എത്തിക്കാനും സാധിക്കും. 6000 മീറ്റർ വരെ ഉയരത്തിൽ പറക്കാൻ ഈ ഹെലികോപ്റ്ററിന് കഴിയും. ഇത് ചൈന, ഇന്ത്യ അല്ലെങ്കിൽ മധ്യേഷ്യൻ അതിർത്തികൾ പോലുള്ള പർവ്വത പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് എന്ന് പറയേണ്ടി വരും. ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ചൈനയ്ക്ക് ഇതൊരു പ്രധാന നേട്ടമാണ്. വൈവിധ്യമാർന്ന ഹെവി ആയുധങ്ങൾ വഹിക്കുന്നതിന് Z-10ME രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റോക്കറ്റുകളും അതേപോലെ തന്നെ സ്വയം പ്രതിരോധത്തിനായി TY-90 എയർ ടു എയർ മിസൈലുകൾ തുടങ്ങിയ 16 ആന്റി ടാങ്ക് മിസൈലുകൾ വരെ വഹിക്കാൻ ഇതിന് കഴിയും. ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, അതായത് ഇതിന്റെ ചില വകഭേദങ്ങളിൽ സമുദ്ര പ്രവർത്തനങ്ങൾക്കായി ഗൈഡഡ് ബോംബുകളോ ലൈറ്റ് ടോർപിഡോകളോ വരെ ഇതിൽ സജ്ജീകരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിന്റെ പ്രധാന റോട്ടറിന് മുകളിലായി മില്ലിമീറ്റർ വേവ് ഫയർ കൺട്രോൾ റഡാറും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്
കൂടുതൽ കൃത്യമായ ടാർഗറ്റ് കണ്ടെത്തുന്നതിനും ലോക്ക് ചെയ്യുന്നതിനും സാധിക്കും. അതേപോലെ സുരക്ഷയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മിസൈൽ മുന്നറിയിപ്പ് സംവിധാനം, റഡാർ, ലേസർ മുന്നറിയിപ്പ് റിസീവറുകൾ, അതേപോലെ തന്നെ മിസൈൽ ഭീഷണികൾ തടയുന്നതിനുള്ള ഫ്ലർ, ചാഫ് ലോഞ്ചറുകൾ എന്നിവ ഈ ഹെലികോപ്റ്ററിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ECD-10ME ഏറ്റവും പുതിയ വേരിയന്റിൽ ഇൻഫ്രാറെഡ് ഇന്റർഫറൻസ് സിസ്റ്റം, ചെറിയ വലുപ്പത്തിലുള്ള AESA റഡാർ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇത് താപ മിസൈൽ ഭീഷണികളെ പ്രതിരോധിക്കാനുള്ള ഇതിന്റെ കഴിവ് വർദ്ധിപ്പിക്കുന്നു. ചൈനയുടെ ഈ മിസൈൽ ഇപ്പോൾ പാകിസ്ഥാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ദീർഘകാലമായിട്ടുള്ള ആക്രമണ ഹെലികോപ്റ്റർ ശേഷിയിലെ വിടവ് നികത്താൻ സാധിക്കും. അതേപോലെ തന്നെ തുർക്കിയിൽ നിർമ്മിച്ച T-129 അറ്റാക്ക് വാങ്ങാനുള്ള ശ്രമങ്ങൾ അമേരിക്ക അതിന്റെ എഞ്ചിനുകളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ മൂലം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ECD-10ME ഉപയോഗിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന് കൂടുതൽ ആധുനിക ക്ലോസ് റേഞ്ച് ആക്രമണ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ സാധിക്കും. ഇത് ടാങ്കുകൾ, പ്രതിരോധ കോട്ടകൾ, നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള പർവ്വത പ്രദേശങ്ങളിലെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ എന്നിവയുമായി ഇടപഴകാനുള്ള പാകിസ്ഥാന് കഴിവ് വർദ്ധിപ്പിക്കും. ഇതുമൂലം പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തമാക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. JF-17 യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനോ J-10C യുദ്ധവിമാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, റഡാറുകൾ എന്നിവ വിതരണം ചെയ്യുന്നതിൽ നിന്നെല്ലാം ഇപ്പോൾ ചൈന പാകിസ്ഥാനിൽ നിന്ന് പിന്നോട്ട് മാറിയിരിക്കുകയാണ്. അതായത് ചൈന ഇപ്പോൾ ഇതിനോടൊന്നും പാകിസ്ഥാനുമായി സഹകരിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ബന്ധം ശക്തമാകുകയാണെങ്കിൽ, ഈ ചൈനയുടെ ECD-10ME ഹെലികോപ്റ്റർ പാകിസ്ഥാൻ സ്വന്തമാക്കുകയാണെങ്കിൽ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രതിരോധ ബന്ധം ഇത് ശക്തമാക്കാൻ സഹായിക്കും. ഈ ഹെലികോപ്റ്റർ പാകിസ്ഥാൻ സ്വന്തമാക്കുന്നതോടുകൂടി ഇത് ഇന്ത്യക്ക് എങ്ങനെ ഒരു വെല്ലുവിളിയാകുന്നു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ സുരക്ഷാ വീക്ഷണ കോണിൽ നിന്ന് ECD-10ME സാന്നിധ്യം അർത്ഥമാക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ കവച വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിപ്പിക്കാനും വ്യോമ പിന്തുണാ പ്രവർത്തനങ്ങൾ നടത്താനും കഴിയും എന്നതാണ്. പ്രത്യേകിച്ച് നിയന്ത്രണ രേഖ, സിയാച്ചിൻ, കാശ്മീരിലെ ഉയർന്ന പർവ്വത അതിർത്തി തുടങ്ങിയ തർക്ക പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ഒരുപക്ഷെ അവരുടെ പ്രവർത്തനം ഇനി കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. വടക്കൻ മേഖലയിൽ റോട്ടറി വിംഗ് നേട്ടത്തിനായി നിലവിൽ AH-64E അപ്പാച്ചെ ഹെലികോപ്റ്ററുകളെ ആശ്രയിക്കുന്ന ഇന്ത്യ ECD-10ME പൂർണ്ണമായും സംയോജിപ്പിക്കുന്നതിൽ പാകിസ്ഥാൻ വിജയിച്ചാൽ ഇന്ത്യക്ക് ഇതൊരു പുതിയ വെല്ലുവിളി തന്നെയായിരിക്കും. അതേപോലെ തന്നെ ഹിമാലയത്തിലെ പരുക്കൻ പ്രദേശത്തെ യഥാർത്ഥ പോരാട്ടത്തിലോ പ്രവർത്തനങ്ങളിലോ ഈ ഹെലികോപ്റ്റർ ഫലപ്രദമാണെന്ന് തെളിഞ്ഞാൽ ഇത് കയറ്റുമതി വിപണിയിൽ ഹെലികോപ്റ്ററിന്റെ പ്രശസ്ത വർദ്ധിപ്പിക്കുകയും ചെയ്യും. വികസ്വര വിപണിയിൽ അപ്പാച്ചെ, ടൈഗർ തുടങ്ങിയ പാശ്ചാത്യ ഹെലികോപ്റ്ററുകളുടെ ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ യുദ്ധം തെളിയിക്കപ്പെട്ടവ ആണെന്ന പ്രചാരണത്തിന് നേട്ടം ചൈന നേടിയെടുക്കുകയും ചെയ്യും. കാശ്മീർ പോലുള്ള പർവ്വത അതിർത്തികളിൽ പാകിസ്ഥാന്റെ ഓപ്പറേഷൻ സൈന്യത്തിന്റെ അടുത്ത പിന്തുണാ ശേഷി ഇത് വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കവചവിരുദ്ധ ആയുധങ്ങൾ, നൂതന റഡാർ സംവിധാനങ്ങൾ, ഉയർന്ന ഉയരത്തിലുള്ള പ്രവർത്തന ശേഷി എന്നിവയുള്ള ചൈനീസ് നിർമ്മിത ആക്രമണ ഹെലികോപ്റ്ററാണ് ECD-10ME. സായുധ UAVകൾ, ദീർഘദൂര മിസൈലുകളുള്ള JF-17 ബ്ലോക്ക് 3 യുദ്ധവിമാനങ്ങൾ, അതേപോലെ തന്നെ ഇപ്പോൾ ഈ ECD-10ME എന്നിവയുടെ സംയോജനം കൂടുതൽ പ്രതികരണാത്മകവും സംയോജിതവും മൾട്ടി ഡൊമൈൻ കിൽ ചെയിൻ ശൃംഖല വികസിപ്പിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയാണ്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.